ISL 10ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സ് കീഴടക്കിയ താരങ്ങളിൽ ഒരു താരമായിരുന്നു ക്വാമെ പെപ്രെ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ഈ താരം ആദ്യമൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്ന് പരിഹാസങ്ങളായിരുന്നു ഏറ്റുവാങ്ങിയത്. കാരണം ആദ്യ മത്സരങ്ങളിലൊന്നും ഗോളോ അതുപോലെ തന്നെ അസിസ്റ്റോ ഒന്നും കണ്ടെത്താൻ ഈ താരത്തിന് സാധിച്ചിരുന്നില്ല. മികച്ച കളിയൊക്കെ പുറത്തെടുക്കുന്നുണ്ടായിരുന്നെങ്കിലും അസിസ്റ്റും ഗോളൊന്നും നടത്താൻ താരത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിലൂടെയാണ് അദ്ദേഹം ഗോളടിച്ചത്. പിന്നെയുള്ള തുടരെയുള്ള മത്സരങ്ങളിൽ അദ്ദേഹം ഗോളുമായി എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ അതിനിടയിൽ വെച്ച് താരത്തിന് പരിക്കേൽക്കുകയും താരം സീസണാകെ താരത്തിന് നഷ്ടമാവുകയും ചെയ്തിരുന്നു. എന്നാലിപ്പോൾ തിരിച്ചെത്തിയ പെപ്ര ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പെപ്ര ഇപ്പോൾ ലോണിൽ വിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഐ-ലീഗ് ക്ലബ്ബായ ഐസ്വാൾ FC-യിലേക്കാണ് താരത്തെ ഇപ്പോൾ ലോണിൽ അയച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദിമിയുടെ പകരക്കാരൻ കൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ വിദേശ താരങ്ങളുടെ എണ്ണം 7 ആകും. അതുകൊണ്ട് തന്നെ ഒരു വിദേശ താരം അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും പെപ്രയെ ലോണിൽ വിട്ട് ഒഴിവാക്കാനുള്ള സാധ്യതകളെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാലും ഈ വാർത്ത ഇന്നലെ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവച്ചിരുന്നു. എന്നാൽ പെപ്രയെ ഇപ്പോൾ ഐസ്വാൾ FC-യിലേക്ക് ലോണിൽ കൊടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തായ്ലാൻഡിലുള്ള പ്രീസീസൺ മത്സരത്തിൽ ഇപ്പോൾ പെപ്ര ഉണ്ട്. എന്തായാലും 22-ാം തീയതി ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക് മടങ്ങിയെത്തും. അപ്പോൾ പെപ്ര ഐസ്വാൾ FC-യിലേക്ക് ചേക്കേറും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.